മറ്റൊരു ഫിജി, ഞാൻ കഥാപാത്രത്തിന്റെയും ഫിജിയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കാതലിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പോൾസൺ നമ്മോടൊപ്പം ചേരുകയാണ്. പോൾസൽ, ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റ്സ് ഉണ്ട്. കാതലിന് 3 പുരസ്കാരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ജിയോ ബേബിക്ക് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഒപ്പം കഥാകൃത്ത് ആദർശനും അവാർഡ് ലഭിച്ചിരിക്കുന്നു. പോൾസൺ വൺ ഓഫ് ദ സ്ക്രിപ്റ്റ് റൈറ്ററാണ് സിനിമയുടെ. ഈ ഒരു പുരസ്കാരത്തെ എങ്ങനെ കാണുന്നു പോൾസൺ? പോൾസൺ അല്ല, ആദർശാണ് ലൈനിലുള്ള. പോൾസൺ ഓ സോറി, ചോദിച്ചതാണ്. ആദർശ്. ആ, ഞങ്ങക്ക് ആദർശ്, ഞങ്ങക്ക് വലിയൊരു കൺഗ്രാറ്റ്സ് കേട്ടോ. എനിക്ക് PCR ഞങ്ങക്ക് ന്ന് എനിക്ക് മെസ്സേജ് കിട്ടിയത് പോൾസൺ എന്നായിരുന്നു. ആദർശ്, വലിയൊരു കൺഗ്രാറ്റ്സ് ഉണ്ട്. മാത്രമല്ല ആദർശിന്റെ എനിക്ക് തോന്നുന്നു 3ാമത്തെ തിരക്കഥ, ആ 3 തിരക്കഥകളും വലിയൊരു ഹിറ്റായിരിക്കുന്നു. കാതൽ, അതോടൊപ്പം തന്നെ നമ്മൾ അഭിമുഖത്തിൽ 2 സിനിമകളും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അതെ 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 അതെ. കാതൽ, ആദർശ് ഈ ഒരു സിനിമയുടെ ഈ ഒരു വിജയത്തെ, അതായത് ഈ ഒരു പുരസ്കാരത്തെ എങ്ങനെ കാണുന്നു ആദർശ്? വളരെ സന്തോഷം, വളരെ സന്തോഷം. നമ്മുടെ ചിത്രത്തിനെ വിജയമാക്കി തീർത്ത പ്രേക്ഷകർക്കും ഒപ്പം ജൂറിക്കും ഒപ്പം നമ്മുടെ നമ്മുടെ സിനിമയിലെ ഓരോ 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 പ്രവർത്തകർക്കും, മമ്മൂക്കയ്ക്കും ജിയോ ചേട്ടനും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഞാനും പോൾസനും ചേർന്ന് തന്നെയാണ് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ആദ്യത്തെ ഒത്തുചേരലായിരുന്നു. ഞങ്ങൾ സുഹൃത്തുക്കളാണ്, പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ സിനിമയിലേക്കുള്ള ഒത്തുചേരലാണ്. അപ്പൊ ആദ്യത്തെ ഞങ്ങളുടെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റിന് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം. എല്ലാവരോടും സ്നേഹം നിറഞ്ഞ നന്ദി. ഇപ്പോൾ ആദർശിന്റെ മറ്റ് സിനിമകൾ ഒന്ന് RDX ആണ്, അതുപോലെ തന്നെ ഇപ്പോൾ കാതലും. ഇപ്പോൾ RDXന്റെയും കാതലിന്റെയും ജോണർ വളരെയധികം വ്യത്യസ്തമുള്ള ജോണറുള്ള 2 സിനിമകളാണ്. ഈ വ്യത്യസ്തമുള്ള 2 സിനിമകളുടെ കഥാകൃത്താണ്, ആ ജോണറിലുള്ളൊരു കഥാകൃത്താണ് ആദർശ്. ഒരു പക്ഷേ ആദർശ് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആദർശിന്റെ ആദ്യത്തെ തിരക്കഥ സംരംഭം കൂടിയാണ് ഈ കാതൽ എന്ന് പറയുന്നത്. ഈ കാതലിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത്, ഈ ഒരു പ്രമേയം മനസ്സിൽ കയറുന്ന സമയത്ത് ആദർശിന്റെ എന്തെല്ലാം ഫീലിങ്സ് ആയിരുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം സങ്കീർണതകൾ കൂടെയായിരുന്നു ആദർശ് എന്ന കഥാകൃത്ത് കടന്നു പോയിട്ടുണ്ടായിരുന്നത്? അല്ല, നമ്മളും കാതൽ എന്ന് പറയുന്ന സിനിമ തിരക്കഥാ രൂപത്തിലേക്ക് വളരുന്നതിനൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ചിന്തയിലും ചിന്താഗതികളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ വളരെ വലുതായിരുന്നു. കാതൽ വളർന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഉള്ളിലുള്ള തോട്ട് പ്രോസസ്സും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ക്യൂർ കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ നമ്മൾ നന്ദി അറിയിക്കുന്നു. കാരണം അവരും നമ്മുടെ അതിനൊരു പുതിയ ഐ ഓപ്പണിംഗ് തന്ന ആൾക്കാരാണ് അവരടക്കം. ഇന്ന് അവാർഡിന് അർഹനായിട്ടുള്ള കിഷോർ കുമാർ, അദ്ദേഹം അന്തരിച്ചുപോയി. അദ്ദേഹമൊക്കെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ. അപ്പൊ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് കൂടെ അർഹതപ്പെട്ട ഒരു അവാർഡാണ് ഇത്. അപ്പൊ ഇത് ഞങ്ങൾക്കൊരു സമർപ്പണം കൂടിയാണ് സത്യം പറഞ്ഞാൽ. ആദർശ്, ഇപ്പോൾ കാതലിന്റെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് നമ്മളൊരു സംസ്ഥാന അവാർഡ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പൃഥ്വിരാജിനാണ് ആടുജീവിതത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും പൃഥ്വിരാജ് ആ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ദേശീയ അവാർഡിൽ ഇപ്പോൾ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കാതലിലെ മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ്, എനിക്ക് തോന്നുന്നു ഈ ഒരു പുരസ്കാര ലഭ്യതയ്ക്ക് ശേഷം താങ്കൾക്ക് മമ്മൂക്കയുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആ രീതിയിലുള്ള ഏതെങ്കിലും വിവരങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? മമ്മൂക്ക എന്നെ വിളിച്ചിരുന്നു. ആദ്യത്തെ കോള് വന്ന് മമ്മൂക്കയുടെ അടുത്തു നിന്നാണ്. മമ്മൂക്ക വിളിച്ചു, അഭിനന്ദനങ്ങൾ അറിയിച്ചു. വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ചെറുപ്പം മുതലേ സിനിമയിൽ കാണുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ വെച്ച് നമ്മുടെ സിനിമ ഉണ്ടാക്കുക, അദ്ദേഹത്തിന്റെ നല്ല ചിത്രങ്ങളുടെ പട്ടികയിൽ നമ്മുടെ സിനിമ ഇടം പിടിക്കുക, അത് മത്സര വിഭാഗത്തിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സ്വപ്നമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. സോ എപ്പോഴും എപ്പോഴും നന്ദി, സ്നേഹം, ബഹുമാനം. അപ്പൊ മമ്മൂട്ടിക്കും വിശ്വസ്. അവസാനമായി ഒരു ചോദ്യം കൂടി ആദർശ്, അതായത് ഇപ്പോൾ കാതൽ എന്നുള്ളൊരു സിനിമ അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടിയാണ്, പ്രത്യേകിച്ചും അത് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രമേയം. ആ സിനിമ റിലീസായതിനു ശേഷം ആ സിനിമ സംബന്ധമായിട്ടുള്ള പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരം വിമർശനങ്ങളും വിവാദങ്ങളും എല്ലാം കടന്ന് ഒരു അവാർഡ് കയ്യിലേക്ക് എത്തുമ്പോൾ ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ, അതിൻ്റെ ബ്രെയിൻ എന്നുള്ള നിലയിൽ എന്താണ് ആദർശിന് തോന്നുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ സന്തോഷമാണ്. വിവാഹങ്ങളെ കുറിച്ച് പ്രതികരിക്കാനായിട്ട് ഞാൻ ആളായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിൽ നമുക്ക് സ്വീകരിക്കേണ്ടതെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ നമ്മളെപ്പോഴും സ്വീകരിക്കാനും അതിനെ പോളിഷ് ചെയ്യാനും ആളുകൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിനെ മനസ്സിലാക്കാനും എപ്പോഴും ശ്രമിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. അപ്പൊ അത് കാരണം കൊണ്ട് അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം വിമർശനങ്ങളായിട്ട് തന്നെ കാണുന്നു. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകളിൽ അതെല്ലാം ഒരു പാഠമായിട്ട് എടുക്കുന്നു.
അതിനേക്കാളെല്ലാം ഉപരി ഈ അംഗീകാരത്തെ വളരെ വലിയൊരു അനുഗ്രഹമായിട്ടും സന്തോഷമായിട്ടും കാണുന്നു. മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടാത്തതിൽ ഒരു നിരാശയുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. പക്ഷെ എന്തായാലും അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണ് അവാർഡുകൾ പോയിട്ടുള്ളത്. എന്തായാലും എന്താ പറയാ, ഞാൻ അതിൽ അഭിപ്രായം പറയാൻ ആളല്ല. അതൊക്കെ ജൂറിയുടെ തീരുമാനങ്ങളല്ലേ. എന്തായാലും സന്തോഷം, അത്രേ ഉള്ളൂ. അല്ല ആദർശ്, എന്തായാലും മറ്റൊരു കാര്യം കൂടി, രാജേട്ടൻ അതായത് ഇപ്പോൾ കിട്ടിയ അവാർഡുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആദർശ്. ആടുജീവിതത്തിന് 9 അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഉർവശിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നു. ഈ ഒരു അവാർഡിനെ മൊത്തത്തിൽ ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, എന്തായാലും അർഹതപ്പെട്ട അവാർഡുകൾ തന്നെയാണ് ജൂറി നിർണ്ണയിച്ചിരിക്കുന്നത്. അതിലെല്ലാം വളരെ സന്തോഷം. നമ്മളെല്ലാവരും ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ലേ. ഇപ്പൊ രാജചേട്ടനാണെങ്കിൽ എടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ 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 എന്താ പറയാ, അർഹമായിട്ടുള്ള എഫേർട്ടാണ് പുള്ളി എടുത്തിട്ടുള്ളത്. അപ്പൊ അത് അർഹതപ്പെട്ട അവാർഡ് തന്നെയാണ് രാജചേട്ടന്റെ നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പൊ ആടുജീവിതത്തിന് കിട്ടിയതെല്ലാം, സാറിന് കിട്ടിയതെല്ലാം വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരല്ലേ. അപ്പൊ ഉറപ്പായിട്ടും അതൊക്കെ സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. വളരെ നന്ദി ആദർശ്, താങ്കളുടെ പ്രതികരണം